നമസ്കാരം. അപ്പോൾ ആഡിയോ കോടതി പാരൻസ് മെയിൻ്റനൻസ് ആക്ടിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു സർക്കാർ സ്ഥാപനമാണ്. താഴെത്തട്ടിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഒത്തുകളികൾ നടക്കാറുണ്ട്. സർവ്വവ്യാപി അല്ലെങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കരുതി നിന്നാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നേരിട്ടറിയാവുന്ന ഒരു സംഭവമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇത് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് തടയിടാൻ പറ്റും. ഒത്തുകളികൾ പല രീതിയിലുണ്ടാവാം. എല്ലാത്തിനെ പറ്റി ഇവിടെ ചർച്ചയില്ല. എനിക്കറിയാവുന്ന കാര്യം മാത്രം. ഓക്കെ. അപ്പോൾ ഒന്നാമതായിട്ട് ഈ എതിർകക്ഷികൾ എന്ന് പറഞ്ഞാൽ ഇത്തരം പരാതികളിൽ മക്കളാണ്. അപ്പോൾ മകനുണ്ടാവാം, മകളുണ്ടാവാം. മകൾ എന്ന് പറഞ്ഞാൽ മകളായിട്ട് കുതന്ത്രങ്ങൾ വരുന്ന സാധ്യത വളരെ കുറവാണ്. ശരിക്കും അവരെ പുറകെ ഉള്ളത് മരുമക്കളാണ്. മരുമക്കൾ എന്ന് പറഞ്ഞാൽ മരുമകനാണ്. മരുമകനാണ് പുറകിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉള്ള സാധ്യതയുള്ളത്. മകളായിട്ട് സാധ്യത കുറവാണ്. പിന്നെ മകൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതിലൊന്നാമത്തെ പോയിൻ്റ് എതിർകക്ഷിയുടെ സ്വഭാവമാണ്. എതിർകക്ഷികൾ ആരാന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ ഈ എതിർകക്ഷി റിസൾട്ട് കിട്ടാൻ എന്ത് മോശമായ പ്രവൃത്തിയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിനനുസരിച്ച് അതിനെ തടയിടാവുന്ന രീതിയിൽ നിങ്ങൾ തയ്യാറെടുക്കണം. ഇല്ലെങ്കിൽ കേസ് ആഡിയോ ലെവലിൽ കയ്യിൽ പോകും. ഓക്കെ. അപ്പോൾ എൻ്റെ ഈ അനുഭവത്തിൽ, ഞാൻ കേട്ട ഒരു അനുഭവത്തിൽ നേരിട്ട് അറിയാവുന്നൊരു കേസിൽ അച്ഛനും അമ്മയും പരാതി കൊടുത്ത് 3 മക്കൾക്കെതിരെ. മൂത്ത ആൾ മകനാണ്, പിന്നെ ഏറ്റവും ഇളയത് മകൾ. ഓക്കെ. ഇതിൽ പ്രശ്നങ്ങളുടെ ഒരു തുടക്കം എന്താ വെച്ചാൽ മൂത്ത മകൻ പ്രവാസിയായിരുന്നു. 10-20 വർഷം പുറത്തായിരുന്നു. അപ്പോൾ അവനാണ് ശരിക്കും പറഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും സാധാരണ ഒരു വരുമാനമുള്ള ഒരു അച്ഛൻ എന്ന് പറഞ്ഞതൊരു മരാശ്ശേരിയായിരുന്നു. അമ്മ ഒരു സർക്കാർ ജോലിയിലെ ഒരു സ്വീപ്പർ ജോലി. പക്ഷേ മക്കളെയൊക്കെ പഠിപ്പിച്ചെടുത്തു. അപ്പോൾ ഈ മൂത്ത ചെറുക്കൻ പോയിട്ടാണ് ഈ പറഞ്ഞ മാതിരി പെൺമക്കളുടെ കല്യാണം നടത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അവർ രക്ഷപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള ജോലിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മൂത്ത മക്കളെ വിവാഹം കഴിച്ച് വിട്ടപ്പോൾ, മൂത്ത മക്കളെയല്ല 2 പെൺമക്കളെ വിവാഹം കഴിച്ച് വിട്ടപ്പോൾ ഉണ്ടായിരുന്ന ചെറിയൊരു സ്ഥലത്തിൻ്റെ വീതമൊക്കെ കൊടുത്തു വിട്ടായിരുന്നു. ബാക്കി മകനൊരു വീതം വച്ചായിരുന്നു. പിന്നെ അപ്പനമ്മയ്ക്ക് വീതം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബാക്കിയുള്ള വീതം അപ്പനെ അമ്മനെ നോക്കേണ്ടത് മൂത്ത മകനല്ലോ. സാധാരണ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. അപ്പോൾ ഈ മകന് വച്ചിരുന്ന ഈ വീതം അപ്പനമ്മയുടെ കയ്യിലായിരുന്നു. ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ മരുമകൻ, അതായത് രണ്ടാമത്തെ മോളുടെ ഭർത്താവ് കൈക്കലാക്കി. അപ്പോൾ അതെങ്ങനെ കൈക്കലാക്കാൻ പറ്റും? ഭാര്യ വീട്ടിലെ ഒരു വസ്തു എങ്ങനെ കൈക്കലാക്കാൻ പറ്റും? അത് എളുപ്പമുണ്ട്. അത് ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞാൽ ഈ അപ്പൻ്റെ അമ്മയുടെയും രണ്ടാമത്തെ മോള്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ആധാരം നടന്നപ്പോൾ എന്ത് പറ്റി വെച്ചാൽ അതിൻ്റെ ഒരു ബാക്കിയുള്ളതിൻ്റെ നല്ലൊരു ഭാഗം ഇവർ എഴുതിയെടുത്തു, കുറച്ച് ബാക്കി വെച്ചു. അങ്ങനത്തെ രീതിയിൽ. അപ്പം അതിന് ലക്ഷ്യം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തു വെക്കണേന്. അതൊരു വലിയൊരു മോഡസ് ഓപ്പറാൻഡിയാണ്. അത് നമുക്ക് പിന്നീട് പറ്റുമെങ്കിൽ വീണ്ടും വീഡിയോ ചെയ്യാം. സംഭവം ഇതാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തായി സംഭവം. ഓക്കെ. അപ്പോൾ ഈ മരുമകനെ പറ്റി പറയുമ്പോൾ ആള് സാധാരണ നമ്മൾ കാണുന്ന ടൈപ്പ് അടുപ്പം സ്ഥാപിച്ച് വിശ്വാസം നേടി എടുക്കുന്ന. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട്, അതായത് രണ്ടാമത്തെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായി. അപ്പോൾ ആ 20 വർഷം കൊണ്ട് തന്നെ ഈ മരുമകൻ ഈ മോളെ അടിമുടി മാറ്റിക്കഴിഞ്ഞു. ഓക്കെ. അവൻ്റെ സ്വഭാവമായി. അപ്പോൾ അടുപ്പം സ്ഥാപിച്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിയുക, അതുപോലെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഈ വസ്തു അടിച്ചു മാറ്റാനുള്ള തന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുക, കഥകളുണ്ടാക്കുക. എന്നിട്ട് ചുളുവിൽ സമ്പാദിക്കാനുള്ളൊരു സംഭവമാണ്. അതിന് വ്യാജ ഒപ്പിടും, ചതിച്ച ആധാരം ഉണ്ടാക്കും.
ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ആളാണ്. ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളും കൂടുതൽ ഒക്കെ ചെയ്യും, തെളിവില്ലാതെ ചെയ്യും, ബിനാമി, അങ്ങനെ പല പരിപാടികളും പുള്ളിക്കുണ്ട്. അപ്പോൾ കഷ്ടകാലത്തിന് ഇങ്ങനെ ഒരു സംഭവം ഈ കുടുംബത്തിലുണ്ടായി. പറഞ്ഞു വന്ന പോയിന്റ് എന്താ വെച്ചാൽ, ഈ എതിർ കക്ഷിയിൽ വരുന്ന ആളാണ് ഈ മരുമകൻ. അപ്പോൾ അദ്ദേഹം ഏതറ്റം വരെ പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഈ കേസുമായിട്ട് അടിയിൽ പോകുമ്പോൾ നമ്മൾ നോക്കണം, നമ്മുടെ എതിർ കക്ഷികളുടെ സ്വഭാവം നോക്കണം. അതിനനുസരിച്ച് അതിന് കിടപിടിക്കുന്ന, അല്ലെങ്കിൽ അത് ഈ മരുമകൻ ചെയ്യാൻ സാധ്യതയുള്ളതിന് ന്യൂട്രലൈസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അല്ലെങ്കിൽ ആ ഹിയറിങ് കയ്യിൽ നിന്ന് പോകും. ഓക്കെ, കാര്യം അപ്പീലൊക്കെ ഉണ്ട്, പക്ഷേ ഹിയറിങ്ങിനെ അത് ബാധിക്കും. ഓക്കെ, അതാണ് നിങ്ങളത് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ കേസിൽ ഈ എതിർകക്ഷിക്ക് ഈ മരുമകന് ബിസിനസ്സുള്ള ആളാണ്. പിന്നീട് അദ്ദേഹത്തിന് ഒരു ജോലി സർക്കാരിൽ കിട്ടി. അപ്പോൾ ബിസിനസ് ഭാര്യ ചെയ്തു, ഭാര്യയ്ക്ക് കൈമാറി. ചുരുക്കി പറഞ്ഞാൽ നല്ല പൈസ, 10-15 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല പൈസ ഉണ്ട് കയ്യിൽ. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ചെയ്യാനവർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർക്ക് ഇഷ്ടം പോലെ ബന്ധങ്ങളുണ്ടാവും. കാരണം ഒരു ദിവസം 100 കണക്കിന് ആളുകളെ കാണുന്നുണ്ട്. ഇവരുടെ സ്വഭാവത്തിന് പറ്റിയ ആളുകളെ ഇവർ ചോദിച്ച് മനസ്സിലാക്കും. അത് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, എവിടെയൊക്കെ അധികാരങ്ങളുണ്ടോ, എവിടെയൊക്കെ പൈസ ഉണ്ടാക്കാമോ, അവിടെയൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ആരൊക്കെ സ്വാധീനിക്കാൻ പറ്റും, ഇതൊക്കെ ഇവർക്കറിയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എതിർകക്ഷി സ്വഭാവം അറിഞ്ഞ് തയ്യാറെടുക്കണം. അടുത്തത്, ഈ ആഡിയോ കേസിൽ ഈ മരുമകൻ ചെയ്തതെന്താ വെച്ചാൽ ഒരു വക്കീലിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. ഇവർ വക്കീലിനെ കണ്ടുപിടിക്കുമ്പോൾ ഇവർക്ക് പറ്റിയ, ഇവരുടെ സ്വഭാവത്തിന് പറ്റിയ ആളുകളെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, വക്കീൽമാരിൽ ഭൂരിഭാഗം പേരും നല്ലവരാണ്. എന്തെങ്കിലും വളരെ മോശം കേസുമായിട്ട് നമ്മൾ ചെന്നാൽ തന്നെ പലരും ആ കേസ് ഏറ്റെടുക്കില്ല. അവർക്കറിയാം ഇത് കക്ഷി ശരിയല്ല എന്ന് മനസ്സിലായി അവർ ഒഴിവാക്കും. എന്നാൽ ഇവർ കുറച്ച് പേരുണ്ട് പണം സമ്പാദിക്കാൻ വേണ്ടി, കക്ഷിയുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് അവർ കേസ് പിടിക്കും. ഓക്കെ, അവരുടെ ചുരുക്കം പേരേ ഉള്ളൂ. അവർ ഹൈലി ഇൻ്റലിജൻറ്റുമാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്, ഇഷ്ടംപോലെ കുതന്ത്രങ്ങൾ അറിയാവുന്നവരാണ്. ഓക്കെ, അവർ റിസൾട്ട് ഏത് വഴിയാണ് എത്തിക്കും. കാരണം എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾ 5000-10000 കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ നന്നായിട്ട് പണിയെടുക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ജോലി വക്കീൽ. അപ്പോൾ വക്കീൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ കഥ കേട്ടിട്ട് ഇതിന് പറ്റിയ ഒരു കഥ, ഈ കഥ മൊത്തം കേൾക്കും. കഥയല്ല, കാര്യങ്ങൾ കേൾക്കും. ആദ്യം കാര്യങ്ങൾ കേട്ടിട്ട് അത് നേരെ ഓപ്പോസിറ്റായിട്ടൊരു കഥ ഉണ്ടാക്കും. ഓക്കെ, ആ നേരെ ഓപ്പോസിറ്റ് കഥയിൽ ശരിക്കുള്ള സത്യത്തിൽ ആരാണോ വാദി അയാൾ പ്രതിയാവും, ആരാണോ പ്രതി അത് വാദിയായി മാറും. ഒക്കെ തിരിയും, മൊത്തം തിരിയും. അതുപോലെ ഈ കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ള കഥകളായിരിക്കും. ന്യൂസ് പേപ്പർ, TV, അങ്ങനെ വളരെ കേട്ടാൽ ശരിയെന്ന് തോന്നുന്ന കഥകളാണ് വക്കീലുമാർ ഇത്തരം വക്കീലന്മാർ ജനിപ്പിക്കുക. ഓക്കെ, അതൊന്ന്. അപ്പോൾ ആദ്യം വക്കീൽ ചെയ്യുന്നത് കഥ ജനിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്തത്, വക്കീൽ ഈ പണി ചെയ്യാൻ തുടങ്ങിയിട്ട് 10-20 വർഷമായി. ഏത് ആഡിയോ കേസുകൾ. കാരണം അങ്ങനത്തെ ഒരു വക്കീലിനാണ് ഈ ഇത്തരം മരുമക്കൾ അല്ലെങ്കിൽ ആരാണോ എന്തോ ഈ ചീത്ത സ്വഭാവമുള്ള ഈ എതിർകക്ഷി ചെയ്യണത്, അത്തരം വക്കീലന്മാരെ തേടിപ്പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വക്കീൽ ഇത് ദിവസം 10-15 വർഷമായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കൃത്യമായിട്ട് അറിയാം എങ്ങനെ ഇത് അട്ടിമറിക്കാൻ പറ്റുമെന്ന് അറിയാം, അതിൻ്റെ സാധ്യത അറിയാം. അതിൻ്റെ ആദ്യ ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഈ കഥ ജനിപ്പിച്ച ശേഷം ഈ കഥ അവതരിപ്പിക്കണം. കൃത്യമായി ആഡിയോയുടെ അടുത്ത് ഈ കഥയൊന്ന് അവതരിപ്പിക്കണം. അത് ആഡിയോയുടെ ഓഫീസിൽ വെച്ചല്ല, പറ്റുമെങ്കിൽ ഒരു മിക്കവാറും അദ്ദേഹത്തിന് വീട്ടിൽ വെച്ച് പറ്റിയെങ്കിൽ അങ്ങനെ. അപ്പം അതിന് ആഡിയോ പറ്റി അറിയണം. ആഡിയോനെ പറ്റി എങ്ങനെ അറിയാൻ പറ്റും? ആഡിയോ പറ്റി അറിയണമെങ്കിൽ ആഡിയോയുടെ വീട് അറിയണം, ആഡിയോയുടെ എങ്ങനെയാണ് കാര്യങ്ങൾ ആഡിയോയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റുമോ, എവിടെ പോയാൽ കാണാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വേണ്ട, ബേസിക് കാര്യങ്ങൾ. അതിന് ഇവർ ചെയ്യണത് എന്താ വെച്ചാൽ, ഈ ആഡിയോ ഓഫീസിൽ ഉള്ള താഴെത്തട്ടിലുള്ള സ്റ്റാഫുകളുണ്ടല്ലോ, വലിയ ഉയർന്ന ശമ്പളം മേടിക്കാത്തവർ, അവരെ ബന്ധപ്പെടും. അസിസ്റ്റൻസിനൊക്കെ വിട്ട് അവരെ ബന്ധപ്പെടും. അപ്പോൾ സാധാരണഗതിയിൽ പിയൂൺ സ്റ്റാഫുകൾ, അതുപോലെ ആഡിയോയ്ക്ക് ഡ്രൈവറുണ്ട്,
മറ്റുള്ള സ്റ്റാഫുകളും ഉണ്ട്. അതിലാരെങ്കിലും ഇവർ പിടിക്കും. ഡ്രൈവറാകുമ്പോൾ എപ്പോഴും ആഡിയോടൊപ്പം ഉള്ളതാണ്, കൃത്യമായിട്ട് കൂടുതൽ അറിയാവുന്നതും ഡ്രൈവറിനാണ്. അപ്പോൾ എല്ലാമെന്ന് വിചാരിച്ച് എല്ലാ ഡ്രൈവർമാരും പിയൂൺമാരും സ്റ്റാഫുകളും മോശമെന്നല്ല ഞാൻ പറഞ്ഞു തന്നത്. ഒരു ആർ.ഡി.ഒ ഓഫീസിൽ 10-20 പേരുണ്ടെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം പേരും ₹1 മേടിക്കാതെ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നാലും ഒരു ചെറിയ ന്യൂനപക്ഷം 1-2 പേര് അത് തേടി പിടിച്ച് നമുക്ക് കിട്ടും. അത് വക്കീൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? പിന്നെ ഒരു 1000-2000 രൂപ കയ്യിൽ കിട്ടിയിട്ട് അവരോട് ചോദിക്കുന്ന നിസ്സാര ചോദ്യങ്ങളല്ലോ. എവിടെയാണ് താമസിക്കണത്, എന്താണ് ഫോൺ നമ്പർ, അല്ലെങ്കിൽ എങ്ങനത്തെ ആളാണ്, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നടക്കുമോ എന്നൊക്കെയല്ലേ ചോദിക്കണുള്ളൂ. വേറെ ഒന്നും ചോദിക്കണില്ലല്ലോ. പറഞ്ഞു കൊടുക്കുന്ന ഈ സ്റ്റാഫിനും വലിയ കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാഫിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള എല്ലാ കേസിലും ഇതുപോലെ വക്കീലിനെ കാണാൻ പോവും ഡ്രൈവർമാർ, അല്ലെങ്കിൽ ഈ സ്റ്റാഫുകൾ പിയൂൺമാരോ മറ്റുള്ള സ്റ്റാഫുകൾ പോവും. വിളിക്കുമ്പോൾ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവർ കൊടുക്കുന്ന 1000-2000 മേടിക്കും. ഈ 1000-2000 ഈ പറയുന്ന എതിർകക്ഷി കൊടുക്കണ പൈസ തന്നെയാണ്. അപ്പം അത്രയും ഡീറ്റെയിൽസ് കിട്ടിയില്ലേ. ഇനിയിപ്പോൾ വക്കീൽ പറയാൻ പോകണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കഥ എന്ന് വെച്ചാൽ ജനിപ്പിച്ച കഥ, ഈ ഫേക്ക് കഥ അവതരിപ്പിക്കണം. എവിടെ അവതരിപ്പിക്കണം? ആഡിയോയിൽ അവതരിപ്പിക്കണം. അപ്പോൾ അതെങ്ങനെ കേൾപ്പിക്കും? ആഡിയോനെ എങ്ങനെ കേൾപ്പിക്കും? അതാണല്ലോ ഇപ്പോൾ അടുത്ത ചോദ്യം. അപ്പോൾ അത് അത്ര എളുപ്പമല്ല. അതിന് ഇവർ ചെയ്യണം എന്താ വെച്ചാൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എതിർകക്ഷി മോശമാണ്. പുള്ളി കൃത്യമായിട്ട് അറിയാം എവിടെയാണ് അധികാര കേന്ദ്രങ്ങളുള്ളത്, എവിടെ എങ്ങനെ എത്തിപ്പെടാമെന്ന് അറിയാം. അപ്പോൾ ഇവർ ചെയ്യണം എന്താ വെച്ചാൽ, ഈ ആഡിയോ ഓഫീസർ എന്ന് പറഞ്ഞത് നമുക്കറിയാം ഒരു ജില്ലയിൽ 7 താലൂക്കോ മറ്റോ ഉണ്ടാവും. അതിൽ 1-2 ആഡിയോ ഓഫീസർ ഉണ്ടാവുള്ളൂ. അപ്പോൾ 7 തഹസിൽദാർമാരിൽ നിന്ന് 1-2 പേർക്ക് പ്രൊമോഷൻ കിട്ടുന്നുള്ളൂ. ആ പ്രൊമോഷൻ തീരുമാനിക്കുന്ന ഭരണകക്ഷിയാണ്. ഭരണകക്ഷിയോട് പ്രതിബദ്ധത കൂറ് കാണിക്കുന്നവരെയാണ് പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്. അതുകൊണ്ട് തന്നെ ഭരണകക്ഷി നേതാക്കൾ വിളിക്കുമ്പോൾ ഇവർ കൂറ് കാണിക്കും. അതുപോലെ ഇപ്പോൾ ഈ എതിർകക്ഷി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ജീവനക്കാർക്കും ഉണ്ട് യൂണിയൻ. ആ യൂണിയനും ശക്തമാണ്. അതിനും ഉണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂണിയനും ഉണ്ട്, കോൺഗ്രസിൻ്റെ യൂണിയനും ഉണ്ട്. ആ യൂണിയൻ നേതാവും ഒക്കെ ഇടപെട്ടിട്ടാണ് പ്രൊമോഷൻ തീരുമാനിക്കുന്നത്. അവരെല്ലാം രാഷ്ട്രീയക്കാർ തന്നെയാണ്. അപ്പോൾ ഇവരാദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന ഭരണകക്ഷി അല്ലെങ്കിൽ ജീവനക്കാരുടെ ആരോഗ്യ നേതാക്കന്മാരെ കാണുക എന്നുള്ളതാണ്. കാണാൻ പോകുമ്പോൾ നമുക്ക് കാര്യം നടക്കണം. ഓക്കെ, ഏറ്റവും നല്ല എന്താ വെച്ചാൽ ഒരു സംഘത്തിനെ രൂപീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വക്കീൽ സജസ്റ്റ് ചെയ്യും. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബന്ധുക്കൾ വേണം. ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ബന്ധുക്കളും അമ്മയുടെ ബന്ധുക്കളും. അത് എളുപ്പമുള്ള കാര്യമാണ്. നമുക്കറിയാം ഏതൊരു കുടുംബത്ത് നോക്കിയാലും വഴക്കുണ്ട്. വഴക്കിൻ്റെ ഭാഗമായിട്ട് ചില ബന്ധുക്കളുടെ നമുക്ക് അകൽച്ച ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഒന്നോ രണ്ടുപേരും മതി. അപ്പോൾ 2 പേര് വെച്ച് 4 പേരായില്ലേ. പിന്നെ നിങ്ങൾക്ക് വേണ്ടെന്താ വെച്ചാൽ വക്കീൽ പറയും ഒരു സ്ത്രീ വേണം കൂട്ടത്തിൽ. കോറം തേക്കാന്നാണ് പറയുക. നമ്മൾ ഒരു ഫേക്കായിട്ട് ഉണ്ടാക്കിയ ഒരു കഥ ഒരാളിൽ നല്ല ശക്തമായിട്ട് ഉറപ്പിക്കണമെങ്കിൽ അത് കഥ മാത്രം പോരാ, അതിന് പറ്റിയ ഒരു കോറം വേണം. ആ കോറത്തിൻ്റെ ഭാഗമായിട്ട് ബന്ധുക്കളായി ഇനി ഇത് അവതരിപ്പിക്കുമ്പോൾ നല്ലൊരു സ്ത്രീ കഥാപാത്രം വേണം. നമുക്കറിയാം അച്ഛനമ്മമാരുടെ ഈ മകൾ എന്ന് പറയുന്നത് ബഹുഭൂരിഭാഗം പേരും ഒരു ഭർത്താവ് തൻ്റെ അച്ഛനും അമ്മയ്ക്കും തിരിയുമ്പോൾ അവരെ സംരക്ഷിക്കുന്നവരാണ്. ഓക്കെ, പക്ഷേ ഇവരുടെ ഇടയിൽ വളരെ ചെറിയ ഒരു വിഭാഗം
നമുക്കറിയാം പേപ്പറുകളിലൊക്കെ കാണാം, ഇപ്പോൾ ചില സ്ത്രീകൾ വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ക്രിമിനൽ ആക്ടിവിറ്റിയിലൊക്കെ. അപ്പോൾ പെൺമക്കളിൽ വളരെ ചെറിയൊരു വിഭാഗം ഈ ഭർത്താവിൻ്റെ കൂടെ ചേർന്ന് അപ്പനും അമ്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ വക്കീൽ ജനിപ്പിച്ച കഥ അവതരിപ്പിക്കാൻ പോണത് ഈ മകൾ തന്നെയായിരിക്കും. ഓക്കെ. അപ്പോൾ അവരുടെ കണ്ണീരും വിതുമ്പലും ഏങ്ങലും എല്ലാം ഈ സ്റ്റോറിയുടെ കൂടെ ചേരുമ്പോൾ അത് വളരെ അതിശക്തമായ ഒരു സ്റ്റോറിയായിട്ട് മാറും. ഓക്കെ. പിന്നെ വക്കീൽ തീരുമാനിക്കും ആരെ ടാർഗറ്റ് ചെയ്യണമെന്ന്. സാധാരണഗതിയിൽ അപ്പനമ്മേനെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. പിന്നെ ആരാ ഉള്ളതെന്ന് നോക്കുമ്പോൾ പറ്റിയതൊരു പക്ഷേ ചേട്ടനായിരിക്കും. അപ്പോൾ ചേട്ടന് സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിലൊക്കെ, പെങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന രീതിയിലൊക്കെ കഥ മാറ്റാം. അങ്ങനെ പല രീതിയിലും മാറ്റാം. വേണമെങ്കിൽ അപ്പനെയും അമ്മേനെയും വേണമെങ്കിൽ കൂട്ടത്തിൽ ചേർക്കാം ഒരു പരിധി വരെ. അപ്പം പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ കോറം ഓഫ് ആളുകൾ എന്ത് ചെയ്യും, വേണമെങ്കിൽ ഈ നേതാവിനെ കാണാൻ പോകും, ഭരണകക്ഷി നേതാവിന്, ജീവനക്കാരെ യൂണിയൻ നേതാവിന്. അത് ഈ പറയുന്ന ഇവർ താമസിക്കുന്ന ചുറ്റുപാട് തന്നെ ആളുകളുണ്ട്. അവരെ കണ്ട് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ മുകളിലേക്ക് ജില്ലാ തലത്തിലുള്ള ആളുകൾ ബന്ധപ്പെട്ടോളും. ഓക്കെ. അപ്പോൾ അങ്ങനെ അവരവിടെ പോയി ഈ കഥ അവതരിപ്പിക്കുമ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നേതാവ് ഓൾറെഡി ഇവരെ പരിചയക്കാരല്ലോ, ഈ പറയുന്ന വരുമാനൻ്റെ പരിചയക്കാരനാണ് ഓൾറെഡി. അതുകൊണ്ട് തന്നെ കഥ അതിശക്തമാണ്, വക്കീലുണ്ടാക്കിയതാണ്. അതിശക്തമായിട്ട് ഭാര്യ അവതരിപ്പിക്കണം. ബന്ധുക്കൾ അതിന് 100% പിന്തുണ കൊടുക്കണം. രണ്ട് സൈഡിൽ നിന്നും, അപ്പൻ്റെ ഭാഗത്തു നിന്നും ബന്ധുക്കൾ വന്നേക്കണം, അമ്മയുടെ ഭാഗത്തു നിന്നും വന്നേക്കണം. ഇത്രയാകുമ്പോൾ നേതാവ് മറുവശം കേൾക്കാതെ തന്നെ, ഈ അപ്പനമ്മ കേൾക്കാതെ തന്നെ ഇവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ നേതാവ് നേരെ ആർ.ഡി. ഓഫീസറെ വിളിക്കും. അവർ തമ്മിൽ കുശലം പറഞ്ഞ ശേഷം പറയും, ഇങ്ങനെ ഒരു സംഭവം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഞാനിവരെ കേട്ടു, അവരെ ബന്ധുമിത്താദികളും വന്നിട്ടുണ്ട്, ഈ അപ്പൻ്റെ ആളുകളും വന്നിട്ടുണ്ട്, അമ്മയുടെ ആളുകളും വന്നിട്ടുണ്ട്. അവരെല്ലാവരും പറയണത് ഇതിൻ്റെ പിറകിൽ ഇന്ന ആളാണ്, മൂത്ത മോനാണ്, അല്ലെങ്കിൽ ഇന്ന അമ്മയാണ്, അതാണ് അവർ തമ്മിലുള്ള എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നേതാവ് ആർ.ഡിയോട് സംസാരിക്കും. എന്നിട്ട് പറയും, സാർ ഈ കേസൊന്ന് കേൾക്കണം, അവർക്ക് വേണ്ടി അതിനുവേണ്ടി ഒരു അവസരം അവിടെ കൊടുക്കണം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ ഈ സംസാരം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവർക്ക് ഈ ആഡിയോനെ വീട്ടിൽ പോയി കാണാനുള്ള ഡോറ് തുറന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഡോറ് തുറന്ന ശേഷം പിന്നെ അവർ ആഡിയോയുടെ വീട്ടിൽ ചെല്ലും. അപ്പോൾ ആഡിയോയ്ക്ക് അറിയാം, ആഡിയോയ്ക്ക് വേണ്ട ഒരു നേതാവിൻ്റെ കക്ഷിയാണ് വരുന്നത്, അവരെ കേൾക്കണം. ഈ നേതാവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച അതേ ശക്തിയോടുകൂടി ഈ ഫേക്ക് കഥ അവിടെ അവതരിപ്പിക്കും. ഓക്കെ. അവിടെ ശക്തമായ ഇമോഷണൽ ഡ്രാമ നടക്കും. അത് മകളെ ഏറ്റെടുക്കും. അതിനെ പൂർണ്ണമായും പിന്തുണ നൽകുന്ന രീതിയിൽ, അപ്പൻ്റെ അമ്മയുടെ ബന്ധുക്കളെന്ന് പറഞ്ഞ രീതിയിൽ അവരായിട്ട് അകൽച്ചയുള്ളവരുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഈ ആഡിയോ വീഴും. കാരണം അത് ഈ കഥ ജനിപ്പിച്ചിരിക്കുന്നത് 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള വക്കീലന്മാരാണ്. ഓക്കെ. ആ കഥയ്ക്കൊക്കെ നല്ല ഡെപ്തുള്ള കഥകളാണ്. അത് നടക്കും. അത് മാത്രമല്ല, ഈ കഥ നടക്കേണ്ട ആവശ്യം ഈ മരുമകനും ഭാര്യയ്ക്കുണ്ട്. കാരണം എന്നാൽ നടന്നാൽ മാത്രമേ അവർക്ക് കേസിൽ നിന്ന് ഊരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരെ നല്ല പണിയെടുക്കും. ഓക്കെ. എത്ര കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കഥ ജനിപ്പിക്കുന്നതും എങ്ങനെയാണ് കഥ ആഡിയോയിലേക്ക് എത്തിക്കണമെന്നും മനസ്സിലായില്ലേ. ഇത് നടക്കുന്ന കാര്യമാണ്. ഓക്കെ. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ആഡിയോ ആണ് താഴ്ത്തട്ടിലെ ആദ്യത്തെ ഈ കേസ് കേൾക്കണത്. അതിനുശേഷം കളക്ടറിൻ്റെ ഓഫീസിൽ പോകും. അതിനുശേഷം പിന്നെ ഹൈക്കോടതിയിൽ പോകും. അപ്പോൾ ഈ കളക്ടറിൻ്റെ ഓഫീസിൽ വരുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഈ ആഡിയോയും കളക്ടറും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്. ജഡ്ജും തമ്മിൽ ധാരാളം വ്യത്യാസം. അവരെ 3 പേരും കമ്പയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ആഡിയോ ഈ കഥ കേൾക്കുമ്പോൾ ആകെ നോക്കുന്നത് വിശ്വസനീയമാണോ എന്നാണ് നോക്കണേ, നമ്മുടെ ചുറ്റുപാടുള്ള കഥയാണോ. അല്ലാതെ ആഡിയോ ഒരിക്കലും അതിന് വെരിഫിക്കേഷൻ ഒന്നും പോവില്ല, ചുമ്മാ കഥ കേട്ടിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ചേട്ടനെ ഇവർ ടാർഗറ്റ് ചെയ്യുമ്പോൾ ചേട്ടൻ പെങ്ങളുടെ സ്വത്ത് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേസാണ്. അപ്പോൾ അത് ശരിയാണ്, അങ്ങനെ തട്ടിപ്പറിക്കുന്ന കേസുകൾ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു
ചുമ്മാ ഒരു ചുറ്റുപാടുള്ള കഥ ആയിട്ട് സാമ്യം ഉണ്ടെങ്കിൽ കേട്ടുപോകും. അവിടെ എവിഡൻസ് ചെക്കിങ്ങോ ഇൻട്രോഗേഷനോ ഒന്നുമില്ല. ഓക്കെ. അതുപോലെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ നമ്മൾ ഒരു കേസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രിബ്യൂണൽ ഒരു കാരണവശാലും ഒരു കക്ഷീനെ മാത്രം ഒരു കക്ഷീനെ വീട്ടിൽ കേൾക്കാൻ പാടില്ലാത്തതാണ്. കാരണം അത് നാച്ചുറൽ ജസ്റ്റിസിന് എതിരാണ്, അത് ഇല്ലീഗലാണ്. ഓക്കെ. കാരണം അവിടെ ഒരു പക്ഷപാതം ഉണ്ടാവും. കാരണം മാത്രമല്ല ഈ കഥ നമ്മളൊരു കേസ് കേൾക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കേസ് എപ്പോഴും അതിൻ്റെ ഫോർമൽ രീതിയിൽ ഓഫീസിൽ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. മാത്രമല്ല കേൾക്കുമ്പോൾ എല്ലാത്തിനും എവിഡൻസ് വയ്ക്കണം. എവിഡൻസ് വയ്ക്കുമ്പോൾ ഈ ഫേക്ക് സ്റ്റോറിക്കൊക്കെ പൊളിഞ്ഞു പോകും. കാരണം അത് ഫേക്ക് ആയതുകൊണ്ട് നിലനിൽക്കില്ല. അപ്പോൾ ആഡിയോമാർ ഈ താഴെത്തട്ടിലുള്ളവരത് ചെയ്യുന്നില്ല. അവർ സാധാരണക്കാരെ പോലെ നമുക്കറിയാം, ഒരു സിവിൽ എഞ്ചിനീയറൊക്കെയാണ് മിക്കവാറും വില്ലേജ് ഓഫീസറായിട്ട് ജോലി കയറണത്. അതിനുശേഷം അവർ വില്ലേജ് ഓഫീസറാവും, തഹസിൽദാറാവും, അവസാനം ആഡിയോ ആവും. ഓക്കെ. അവരൊരിക്കലും ഒരു ലോയറായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്തതല്ല. അവരൊരിക്കലും നമ്മൾ പറഞ്ഞ പോലെ അവർക്ക് ഒരു ജഡ്ജിൻ്റെ ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ന്യൂനതകളും അവർക്കുണ്ടാവും. അവർക്ക് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് വാക്കുപോലും കേട്ടിട്ടുണ്ടാവില്ല. ഇത് ശരിക്കും താഴെത്തട്ടിൽ ഇത് അട്ടിമറിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ. ഇനി അടുത്തത്, ഇപ്പോൾ ഈ അടുത്ത് നിങ്ങളോട് പറയാനുള്ളത് നാടകം. അപ്പോൾ ഈ നാടകം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞു. ഓക്കെ. ഇവർ ഈ വർക്കെല്ലാം നടത്തി ഈ കഥ ആഡിയോയുടെ വീട്ടിൽ പോയി പറഞ്ഞു, അട്ടിമറിച്ചു. ഓക്കെ. ഇനി ഇതൊന്നും അറിയാതെ ബാക്കിയുള്ള എതിർകക്ഷികളും അച്ഛനും അമ്മയോടെ വരികയാണ് ഹിയറിങ്ങിന്. ഓക്കെ. ഇനി എന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ, ഒന്നാന്തരം നാടകം നിങ്ങളുടെ മുമ്പിൽ നടക്കും. നിങ്ങൾ ശരിക്കും ഞെട്ടും. നിങ്ങൾക്ക് ഭയങ്കര പ്രതിഷേധം ഉണ്ടാവും. നിങ്ങൾ വിവേചനം അനുഭവിക്കും, പക്ഷപാതം അനുഭവിക്കും, എല്ലാം അനുഭവിക്കും, അപമാനിക്കപ്പെടുകയും ചെയ്യും. ഓക്കെ. ശരിക്കും ആഡിയോയുടെ സീറ്റിൽ ഇരിക്കുന്ന ആഡിയോ ആണെങ്കിലും അവിടെ നിങ്ങളുടെ ഈ മരുമകൻ ഇരിക്കുന്ന പോലെ അയാൾ പെരുമാറും. മനസ്സിലായോ? മരുമകൻ ആ കസേരയിൽ നിന്ന് എന്തൊക്കെ ചെയ്യുമോ അതുപോലെ ആഡിയോ പെരുമാറും. കാരണം അദ്ദേഹത്തെ അത്രത്തോളം ബ്രെയിൻ വാഷ് ചെയ്യാൻ ആ വക്കീലിൻ്റെ കഥയ്ക്കും അതുപോലെ കോറം തികഞ്ഞ ആ ഗ്രൂപ്പിനും സാധിച്ചു എന്നുള്ളതാണ്. അത് നടക്കുന്ന കാര്യമാണ് അത്. ഓക്കെ. നമ്മുടെ നാട്ടിൽ ആളുകൾ കഥ കേൾക്കുകയല്ലാതെ വെരിഫിക്കേഷൻ വേണ്ടി എഫേർട്ടൊന്നും എടുക്കാറില്ല. അപ്പോൾ ഒരു കക്ഷീനെ കൃത്യമായിട്ട് ആ ഹിയറിങ്ങിൽ ടാർഗറ്റ് ചെയ്യണ കാണാൻ പറ്റും. ഓക്കെ. അയാളോട് മാത്രം ചോദ്യം ചോദിക്കുക, അയാൾ മറുപടി പറയുമ്പോൾ അയാൾ അപമാനിക്കുന്ന രീതിയിൽ മറുപടി പറയുക, അങ്ങനെ എല്ലാം ചെയ്യും. അവസാനം ആഡിയോയുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അയാൾക്ക് താല്പര്യമുള്ള ആളുകളെ സംരക്ഷിക്കുന്നതായിട്ടും കാണാൻ പറ്റും. അതുപോലെ ആരെയാണോ ടാർഗറ്റ് ചെയ്തതാണ് അയാൾക്കെതിരെ വലിയ കോമ്പൻസേഷൻ ഓർഡർ ആക്കുന്നതും കാണാൻ പറ്റും. നടക്കുന്ന സംഭവമാണ്, നടന്നിട്ടുള്ള സംഭവമാണ്. അടുത്തത് എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾ ഈ എതിർകക്ഷികൾ അറിഞ്ഞിരിക്കണം. അതിൽ ഈ നേരത്തെ എക്സാമ്പിളിൽ എതിർകക്ഷി എന്ന് പറയുന്നത് മരുമകനാണ്. അതിനെ അറിഞ്ഞ് നിങ്ങൾ തയ്യാറെടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, കൃത്യമായിട്ട് ആഡിയോ കേസുകൾ വർഷങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ട് മാനേജ് ചെയ്യുന്ന വക്കീലിനെ തന്നെ എടുക്കണം. മനസ്സിലായി? അല്ലാതെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു ഹൈലി എഫിഷ്യൻ്റായ വക്കീൽ പോരാ. കാരണം അത്തരം വക്കീലുകൾക്ക് ആ ലോക്കൽ കോടതിയിലെ ക്രിമിനൽ സിവിൽ കേസുകൾ നടത്തി നല്ല പഴക്കമുണ്ടാവും. അത് പോരാ. എവിടെയാണോ നിങ്ങളുടെ ആഡിയോ ഓഫീസ് അവിടെ പോയി ഏറ്റവും തഴക്കമുള്ള ആളെ തന്നെ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ ഈ മരുമകൻ ഏത് വക്കീലിനെ ഏൽപ്പിച്ചാലും അവരെന്തോരം കളിക്കും എന്നുള്ളത് നിങ്ങളുടെ വക്കീലിനറിയാം. ആ തട വീണോളും. ഓക്കെ. അതുപോലെ ഇവർക്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന ആഡിയോ ഓഫീസിലെ ഏതെങ്കിലും താഴെത്തട്ടിലുള്ള സ്റ്റാഫുകൾ ഇവരുടെയും കൂടി പൈസ മേടിക്കുന്നവരാണ്. ഓക്കെ. അതുകൊണ്ട് രണ്ടുപേരും അനങ്ങിയാലും രണ്ടുപേരും അറിയും. ഓക്കെ. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. വക്കീലിനെ കൃത്യമായിട്ട് ആഡിയോ ഓഫീസിൻ്റെ പരിസരത്ത് നിന്ന് എടുക്കുക. പിന്നെ പരിഹാരം കയ്യിൽ നിന്ന് കേസ് പോയാൽ പിന്നെയുള്ള പരിഹാരം അപ്പീൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഈ അപ്പീലിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇനി പോണത് കളക്ടർ ഓഫീസിലേക്കാണ്. കളക്ടറും ആഡിയോ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആഡിയോയുടെ പ്രൊമോഷനും എല്ലാം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, അതായത് രാഷ്ട്രീയക്കാരാണ്.
ആരാണോ ഭരിക്കുന്നത് അവരാണ് തീരുമാനിക്കുന്നത്. ഓക്കെ. പക്ഷേ കളക്ടർ അങ്ങനെയല്ല. കളക്ടറിനെ തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഓക്കെ. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർക്ക് സ്വാധീനം വളരെ 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 കുറവാണ്. ഓക്കെ. തീരെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കുമ്പോൾ ഈ ആഡിയോ എഴുതി വെച്ചാണ് എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ നിലവിലുള്ള നിയമത്തിന് മറികടന്ന് എഴുതുക അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുക, ഇതൊക്കെ അത് വരും. കാരണം ഒരാൾ അത് പക്ഷപാതം കാണിക്കുക, അതെല്ലാം നമുക്ക് മുഴച്ച് വെക്കുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വക്കീലിന് കൃത്യമായിട്ട് അത് പോയിൻ്റ് ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാം. കാരണം നിങ്ങളുടെ ഈ മരുമകന് ഈ കളക്ടറിനെ സ്വാധീനിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റൂ. അടുത്തതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഞാൻ കണ്ടിടത്തോളം ഈ ആഡിയോ ഉദ്യോഗസ്ഥന് ഈ ആക്ട് വായിക്കുകയോ അതിനെപ്പറ്റി പഠിക്കുകയോ ചെയ്തിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം പല സെക്ഷൻസിനെ പറ്റി അദ്ദേഹത്തിന് വലിയ ബോധ്യമില്ല. ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നത് ഇവർക്ക് കുറച്ച് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ സർക്കാർ വക്കീലന്മാരുണ്ട്, അവർ കൊടുക്കുന്ന കുറച്ച് അറിവാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഈവൻ നമ്മളിപ്പോൾ നമ്മുടെ ലോക്കലായിട്ടൊരു വക്കീലിൻ്റെ അടുത്ത് പോയി സംശയം ചോദിക്കുമ്പോൾ പോലും അവർ പോലും ഈ ആക്ട് മര്യാദയ്ക്ക് വായിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. കാരണം അവർ ഇത്തരം കേസുകൾ ചെയ്യുന്നത് കുറവാണ്, അതുകൊണ്ട് അവർ കാര്യമായിട്ട് വായിക്കില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ആഡിയോയ്ക്ക് സത്യത്തിൽ ഈ ആക്ടിനെ പറ്റിയുള്ള ബോധം കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഓർഡറിൽ പല സ്ഥലത്തും നമുക്ക് ന്യൂനതകൾ കാണാൻ പറ്റും. പിന്നെ നമ്മൾ വക്കീലിന് ഈ മറ്റേ കളക്ടർ ഓഫീസിൽ അപ്പീലായിട്ട് പോകുമ്പോൾ നല്ല വക്കീലിനെ ഏൽപ്പിക്കണം കൂടെ. അപ്പോൾ ചിലവുകളുണ്ട്, അതൊരു പ്രശ്നമാണ്. ഹൈക്കോടതിയിലേക്ക് പോയാൽ അതിന് എക്സ്പെൻസീവാണ്. പിന്നെ ഹൈക്കോടതിയിൽ നമുക്ക് പാരൻസിന് പോയിട്ട് ഹാജരായ ശേഷം സാമ്പത്തികം ഇല്ല കഴിഞ്ഞാൽ ഹൈക്കോടതി ലീഗൽ സർവീസസിൻ്റെ ഒരു ഭാഗമായിട്ടൊരു വക്കീലിനെ തരും, പണം കൊടുക്കണ്ട. പക്ഷേ അതൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കേസ് ആഡിയോന്ന് പോയി വെച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതിൽ അനീതി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കളക്ടർ ഓഫീസിൽ അപ്പീൽ ചെയ്ത് പിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അടുത്തത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കേട്ട വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തിരിച്ച് എനിക്ക് ഉപകാരം ചെയ്യണം. അത് യാതൊരു ഛേദവുമില്ലാത്ത ഒരു മുടക്കമില്ലാത്ത ഉപകാരമാണ് ആവശ്യപ്പെടുന്നത്. കാരണം നിങ്ങളങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് തിരിച്ചൊരു ഉപകാരം കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ പേര് കാണും. അതുപോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്താലാണ് എനിക്കിതുകൊണ്ട് സഹായം കിട്ടുക. അപ്പം നിങ്ങൾ നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണെങ്കിൽ നിങ്ങളത് ചെയ്യും. ഓക്കെ. എന്നാൽ ചുരുക്കം പേർക്ക് ആ നല്ല മനസ്സില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ ചിന്തിക്കുന്നത് ഇവൻ അങ്ങനെ നന്നാവണ്ട എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ ആരും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ചുറ്റും നല്ല ലോകം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ലത് ചെയ്യണം. നമ്മൾ സ്നേഹവും നന്ദിയൊക്കെ പ്രകടിപ്പിക്കണം. ഇതൊക്കെ അങ്ങനെ ഒരു പ്രതീക്ഷയോട് ഞാൻ ഇത് നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം. ഒരു കാര്യം കൂടി, ഡിസ്ക്ലെയിമർ ഉണ്ട്, ദയവായി വായിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യുക, അഡ്വൈസ് എടുക്കുക, അത് മാത്രം ചെയ്യുക. ഓക്കെ. ടേക്ക് കെയർ.